ഒരാൾ സംശയം ചോദിച്ചോളാൻ പറഞ്ഞ സമയത്ത് ഒരു ദിക്കുന്ന ഒരു സംശയമായിട്ട് വന്ന ഒരാൾ ഒരു കടലാസായിട്ടാണ് വന്നത്, ഒരു പ്ലാൻ, വീടിൻ്റെ പ്ലാൻ. സംശയം അതിൻ്റെ കൂടെ വെച്ചിട്ട് അതിൻ്റെ കൂടുതൽ പ്ലാനും വെച്ചിട്ടുണ്ട്. അയാളുടെ സംശയം, പാവം, അയാൾ പറയാണ് ഞാനേ ഭക്തനാ, ദേവീ ഭക്തനാ അയാൾ. അപ്പം അയാൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഭൂമിയാണ്, ദേവീ ക്ഷേത്രത്തിന് നേരെ മുമ്പിൽ കുറച്ച് പറമ്പുണ്ട്. അപ്പോൾ അയാൾക്ക് ഭഗവതിയോട് ഇഷ്ടമുള്ളത് കൊണ്ട് അയാൾ പറഞ്ഞു ഞാൻ വേറെ എവിടേക്കും പോകണില്ല, ഇവിടെ ഞാനൊരു വീടുണ്ടാക്കിയിട്ട് എനിക്ക് അമ്മയുടെ മുമ്പ് തന്നെ താമസിക്കാമല്ലോ. കുട്ടികൾക്കൊക്കെ എപ്പോഴും ഭഗവാന്റെ അമ്മയുടെ വിചാരമായിട്ട് എപ്പോഴും അമ്മയുടെ മടിത്തട്ടിൽ അമ്മയുടെ മുന്നിൽ ജീവിക്കാമെന്ന് പറഞ്ഞൊരു സുഖമല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഞാനൊരു വീട് വയ്ക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. നേരെ അമ്പലത്തിന് ദേവീക്ഷേത്രത്തിന് നേരെ മുമ്പിലാണ്, ഓപ്പോസിറ്റ് ഉള്ള പറമ്പ്, റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്ത്. അതിന് എന്താ വെച്ചാൽ പ്ലാനൊക്കെ ഞാൻ റെഡിയാക്കി, മനസ്സിന് ഇഷ്ടമുള്ള ഒരു വീട്, അത്യാവശ്യം കാശുണ്ട്, തീരെ ഒന്നുമല്ല. അപ്പോൾ 2 നിലയുള്ളൊരു വീട് അദ്ദേഹം പ്ലാൻ ഉണ്ടാക്കി. അപ്പോൾ പ്ലാനിൻ്റെ കാര്യമായപ്പോഴേക്കും ആരൊക്കെയോ എങ്ങനെയോ അറിഞ്ഞോ, അമ്പലത്തിലെ വേണ്ടപ്പെട്ട ആൾക്കാരെ ബന്ധുക്കളൊക്കെ പറഞ്ഞു അല്ല ദേവിയോട് കളിക്കാൻ പോവല്ലേ. എന്താ നീ ഇപ്പോൾ എവിടെയും വീട് വയ്ക്കാൻ പോണത്? ക്ഷേത്രത്തിന് നേരെ മുമ്പിലോ? സമാധാനം ഉണ്ടാവില്ല കേട്ടോ. എന്തത് എടോ, ക്ഷേത്രത്തിനേക്കാളും ഈ അമ്പലം വീട് പൊങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ ദോഷാണേ. ഞാൻ പറഞ്ഞില്ല, വേണ്ട, നീ കളിക്കണമൊക്കെ ശരിയാണ്, ദേവിയോട് കളിക്കാൻ പോകരുത്, എൻ്റെ ജീവിതം നശിച്ചു പോവും. ഞാൻ കാകെ പേടി. ഇത് ഏതെങ്കിലും ഒരാളുടെ കഥയല്ല, അനുഭവമല്ല, നിങ്ങളിൽ പലർക്കും ഈ അനുഭവങ്ങളുണ്ടാവും. അതിൻ്റെ മുകളിൽ പൊന്താൻ പാടില്ല, അതിനേക്കാൾ ഉയരാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ദേവിയുടെ കോപമുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇയാളാണെങ്കിൽ ദേവിയുടെ ഭക്തനാണ്. ഇയാൾക്ക് അവിടുന്ന് വിട്ടുപോകാൻ മടിയുണ്ട്. അമ്മയുടെ ചുറ്റിലും എവിടെയെങ്കിലും ഒന്ന് അമ്മയുടെ ആ മടിത്തട്ടൊന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം. അത്യാവശ്യം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് കാശുണ്ട്. അപ്പം അദ്ദേഹം ഒരു വീടുണ്ടാക്കാൻ വേണ്ടി ആ ഭാര്യയും മക്കളും ഈ ദേവിയുടെ ഈ ചുറ്റിലും ജീവിച്ച് അമ്മയുടെ ഭക്തന്മാരായിട്ട് മക്കളും വളരട്ടെ എന്ന് അദ്ദേഹം നല്ലൊരു ചിന്ത. നിങ്ങൾ ഭക്തന്മാർ സമ്മതിക്കില്ല, വേറെ ആരുമല്ല, നിങ്ങൾ ഭക്തന്മാർ സമ്മതിക്കില്ല. ഒരു വിവരവും ഇല്ലെങ്കിലും വിവരമുള്ളവരെ പോലെ സംസാരിക്കും. ആടില്ല എന്ന് പറഞ്ഞ ഒരാളല്ല, പല ആളുകൾ പറഞ്ഞു ഈ ആരോടെ കളിക്കാൻ പോണത്? ദേവീക്ഷേത്രത്തിന് നേരെ മുമ്പിലേ ദേവി ഇങ്ങനെ നോക്കുമ്പോൾ അതിനേക്കാളും പൊങ്ങാൻ പാടില്ല, അത് കോപാണ്. ഒരു നില വേണമെങ്കിൽ ഉണ്ടാക്കിക്കോളൂ, അതന്നെ പാടില്ല, അത് മാറിയിട്ട് വേറെ എവിടേക്കെങ്കിലും. ഇപ്പം എന്താ ചെയ്യാന്നാ? 2 നിലേൻ്റെ പ്ലാനും അതിൽ അയച്ചെന്നുണ്ട്. എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞുതരാൻ പറ്റും, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പാവം ചോദിച്ചതാ. ഞാൻ ആ പ്ലാനും നോക്കി ആ എഴുതിയതും വായിച്ചിട്ട് ഞാൻ പറഞ്ഞു പറ്റുകയാണെങ്കിൽ ഈ പ്ലാനൊന്ന് മാറ്റണം. സാധിക്കുന്നുണ്ടെങ്കിൽ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ 2 നില 3 നിലയാക്കണം, കാശ് അനുവദിക്കുന്നുണ്ടെങ്കിൽ എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഇരിക്കണം നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? എത്ര മക്കളുണ്ട്? അത് മക്കളില്ലേ? സംശയം മേപ്പെട്ട് നോക്കണത്. 2 മക്കളുണ്ട്. നിങ്ങൾ 2 മക്കളും നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിനേക്കാളും വലിയ വീടുണ്ടാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് അസൂയ ഉണ്ടാവുമോ? ഉണ്ടാവുമോ? നിങ്ങൾ കരുണാമൂർത്തേ, മഹാമായേ, ജഗദംബികേ, കാരുണ്യമൂർത്തേ എന്ന് അലറി വിളിച്ചുകൊണ്ട് കാര്യമില്ല. ആ സ്വഭാവമുള്ളവളാണ് അമ്മ എന്ന് ബോധം വേണം. ജഗജ്ജനനിയാണ് അവിടുന്ന്, ലോകമാതാവാണ് അവിടുന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിൽ 2 ആൾക്കാരും നല്ല വീട്, ഉസ്സല വീടുണ്ടാക്കി സമ്പന്നന്മാരായിട്ട് കഴിയണമെന്ന് കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിൽ എന്താ ഈ ജഗദംബിയൊക്കെ സന്തോഷം ഉണ്ടാവില്ലേ? എൻ്റെ മുന്നിൽ എൻ്റെ വീടിനേക്കാളും വലിയ വീടുണ്ടാക്കി നീ താമസിക്കുന്നു. അതെ, അങ്ങനെയൊക്കെ പറഞ്ഞു നടന്നോളൂ, പോക്ക് വരവ് എന്നൊക്കെ. എന്നിട്ട് ആ ഹിന്ദു എന്ന് പറഞ്ഞ ഈ ആളുകൾ അവസാനം വീടുണ്ടാക്കാൻ സമൂഹവും നിങ്ങളും ഭക്തന്മാരും അനുവദിക്കാതെ അവസാനം അത് തൂക്കി വിൽക്കും ആ പറമ്പ്. ആരാ വാങ്ങാന്നറിയോ? ഞാൻ പറയണ്ടല്ലോ. അവനവിടെ ഫ്ലാറ്റ് വെക്കും, കൊട്ടാരം ഉണ്ടാക്കും. അപ്പം നിങ്ങളുടെ ഈ വരവും പോക്കും ഇല്ലാവില്ല. ഇങ്ങനെ നാണം കെട്ടൊരു വിഭാഗം
ഈ അമ്പലപ്പറമ്പിൻ്റെ ചുറ്റും ഹിന്ദുക്കൾ പോകാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും ജീവിക്കാൻ അനുവദിക്കാതെ ഭയപ്പെടുത്തിയും പേടിപ്പിച്ചും ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗത്ത് ഹിന്ദുക്കളെ ഓടിച്ചു വിട്ടു. മറ്റേ കൂട്ടർ നല്ല വിലയ്ക്ക് കുഞ്ഞ് വിലയ്ക്ക് വാങ്ങി അസൽ വീടുണ്ടാക്കി മറ്റേ സാധനം കൊണ്ടുവന്ന് വിളമ്പി മിണുങ്ങും. അപ്പോൾ ദേവിക്ക് ഒരു ക്രോധവുമില്ല, ഒരു ശാപവുമില്ല, ഒന്നുമില്ല. നിങ്ങൾ ഈ ദേവിയെ, അമ്മയെ തെറ്റിദ്ധരിച്ചു പോയി. അമ്മ പറയും, എന്താ ചെയ്യുക, എനിക്ക് ഈ വിഗ്രഹത്തിൻ്റെ ഉള്ളിൽ കൂടെ വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഉണ്ണികളെ, നിങ്ങൾ എൻ്റെ മുമ്പിൽ ജീവിക്കൂ ഐശ്വര്യന്മാരായിട്ട്, നല്ല സമ്പന്നന്മാരായിട്ട്. എൻ്റെ കൺവട്ടത്ത് നിങ്ങൾ കഴിയൂ എന്ന് ശാസ്ത്രത്തിലൂടെ ദേവി ഭാഗവതത്തിലൊക്കെ എത്ര ദിക്കിലാ പറയുക. എനിക്ക് ചോദിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. എന്നിട്ടിപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വേറെ മതസ്ഥരൊന്നും താമസിക്കണില്ലേ? നിങ്ങൾ വിറ്റുപോയ ആ പറമ്പിൽ എത്ര കൂട്ടർ താമസിക്കുന്നുണ്ട് ഇപ്പോൾ സുഖമായിട്ട്? ആരോട് പറയാനോ? കഷ്ടം. ഞാൻ ഭഗവതിയെ എൻ്റെ അമ്മ പോലെ കാണുന്നു. എന്നെ വളർത്തി വലുതാക്കുന്ന എൻ്റെ അമ്മ. ആ ഭാവത്തിൽ ആ ജഗദംബികയെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഭഗവാനെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ, അത് ശിവക്ഷേത്രമായാലും ദേവീക്ഷേത്രമായാലും കൃഷ്ണൻ്റെ ക്ഷേത്രമായാലും, ആ ഭഗവാന്റെ കൺവട്ടത്ത് അല്ലേ, അമ്മയ്ക്ക് 10 മക്കളുണ്ടെങ്കിൽ അമ്മ പറയും, കുഞ്ഞുട്ടാ നീ ആ പറമ്പിൽ അവിടെ വീട് വയ്ക്ക്, അല്ലേ, നാരായണി നീ അവിടെ വീട് വയ്ക്ക്, എൻ്റെ കൺവട്ടത്ത് കാണും, വിളിച്ചാൽ എനിക്ക് വിളി വെക്കണം, ഓരോരുത്തരെയും വിളിച്ചാൽ മതി, എനിക്ക് അപ്പം എൻ്റെ വെളിപ്പുറത്തുണ്ടാവണം. അമ്മയ്ക്ക് സന്തോഷമാണ് മക്കൾ എപ്പോഴും ചുറ്റിലുണ്ടാവുമ്പോൾ, അല്ലേ? അല്ല, ഈ ദേവിക്ക് തന്നെ നിങ്ങൾക്ക് ഈ 4-10 കാശുണ്ടാകുമ്പോൾ ഒരു വീടുണ്ടാക്കുമ്പോൾ അസൂയയും ഈ ഉൾക്കൊള്ളാൻ പറ്റാത്ത അസഹിഷ്ണുതയാണെങ്കിൽ, അങ്ങനെ അസഹിഷ്ണുത ഉള്ള ഒരു ദേവതയെ പൂജിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോന്നാ? എന്നാൽ ദേവിക്ക് അങ്ങനത്തെ അസഹിഷ്ണുത ഇല്ല, അമ്മയ്ക്ക് അങ്ങനത്തെ അസഹിഷ്ണുത ഇല്ല. അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം അതാ, സ്നേഹമാണ്, പ്രേമമാണ് അമ്മ എന്ന് പറഞ്ഞാൽ. ഓരോ അമ്മയും തൻ്റെ മക്കളെ മറ്റു ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ തൻ്റെ ജീവൻ വരെ കളയുന്നതാണ് ആ മാതൃത്വം. കോഴികളാണെങ്കിൽ അല്ലേ, പാമ്പുകളുടെ മുമ്പിൽ വെച്ച് തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കും, പരുന്തിൻ്റെ മുമ്പെന്ന്. അത് ഏത് അമ്മയും അങ്ങനെ തന്നെയാണ്. പക്ഷികളായാലും ശരി, തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ അമ്മ പെടുന്ന പെടാപ്പാട്. അതുകൊണ്ട് അമ്മ എന്ന് നമ്മൾ ജഗദംബികയെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? തൻ്റെ കുഞ്ഞുങ്ങളെ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞാലും അവിടെ വീട് വയ്ക്കാൻ വേണ്ടി ആലോചിച്ചിട്ട് ഇങ്ങനെ ഞാൻ അവിടെ നിന്ന് വീട് വെച്ചാലോ എന്ന് ചിന്തിച്ച് പോകുമ്പോഴാണ് കല്ലിനെ നമ്മൾ കുത്തിയത്. അയ്യോ വേണ്ടട്ടോ, അദ്ദേഹത്തിന് അതും പറഞ്ഞങ്ങ് പോയാൽ മതി. എൻ്റെ കാല് പോയി. വീട് വയ്ക്കാൻ ആലോചിച്ചപ്പോഴേ എൻ്റെ നഖം പോയി. ഇനി വീട് വെച്ചാലോ? നമ്മൾ കൂട്ടി യോജിപ്പിക്കുക അതിൻ്റെ മുകളിൽ, അല്ലേ? വേറെന്തോ ആലോചിച്ച് കാല് പൊക്കാത്തതുകൊണ്ട് ആ കുറ്റിയുടെ മുകളിൽ പോയി കുത്തിയതാ. ആരോട് പറയാൻ?